മറ്റൊന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ പുതിയ സമൻസ് അയച്ച ഇഡി നടപടിക്കെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. വീണ്ടും സമൻസ് അയക്കാനിടയായ സാഹചര്യവും അതിന് ഐസക്കിനുള്ള മറുപടിയും കോടതി കേൾക്കും. ഡാനി പോൾ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, മസാല ബോണ്ട് കേസ് വീണ്ടും കോടതിയിൽ വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നടപടികൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? നടപടികളോ ഇടപെടലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രേണുക, ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിലെ പ്രധാന നടപടി എന്ന് പറയുന്നത് ഈ സമൻസ് അയക്കാനുള്ള എന്ത് കാരണങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചിരുന്നു. തോമസ് ഐസക് ഇത്തരം കാര്യങ്ങൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തത്. അതിൽ ഈ സമൻസ് അയച്ചതിൽ എന്ത് വിശദീകരണമാണ് ഉള്ളതെന്ന് കോടതിയും ഇഡിയോട് ആരാഞ്ഞിരുന്നു. അതിനുള്ളൊരു വിശദീകരണമാണ് ഇഡി നൽകുന്നത്. നേരത്തെ ലഭ്യമായ കിഫ്ബിയിൽ നിന്നടക്കം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയുമായി മുന്നോട്ട് പോയതെന്നടക്കമുള്ള വിശദീകരണങ്ങൾ ഇഡി നൽകിയിരുന്നതാണ്. എങ്കിൽ കൂടിയും പിന്നീട് സമൻസ് ഇതിന് ഹാജരാകാതെ വരികയും കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തുകയും ഇതിൽ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി ഇന്ന് എന്തുകൊണ്ട് തങ്ങൾ വീണ്ടും തോമസ് ഐസക്കിനെ തുടർച്ചയായി സമൻസ് അയക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകും. അത് കോടതിക്ക് മുന്നിലേക്ക് അത്തരം വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യും. ഇതുവരെയും തോമസ് ഐസക്ക നോട്ടീസിന് ഇതുവരെയും ഹാജരായിട്ടില്ല എന്ന കാര്യവും ഇഡി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. 7 തവണയോളം ഇതിൽ സമൻസ് അയച്ചിരുന്നു, പക്ഷെ ഇതുവരെയും ഹാജരായിട്ടില്ല. ഇത് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന നിലപാടാണ് തോമസ് ഐസക് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സമൻസിന് ഹാജരാകാതിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ പശ്ചാത്തലമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതിനു മുൻപ് മറ്റ് പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. തോമസ് ഐസക്കിന്റെ നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇഡി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ആനുപാതികമായ കാരണങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ ഇന്ന് കോടതിക്ക് മുൻപാകെ ഇഡി സമർപ്പിക്കും.